നിങ്ങൾ ഇന്ന് എന്താണ് കഴിക്കുന്നത് അത് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കും. വൈ ഐ എം സെയിങ് ലൈക്ക് ദാറ്റ്? അതിന് പല കാരണങ്ങളാണ്. അതിലൊന്ന്, നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ കുറച്ച് മാറ്റം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്ലേറ്റിലാണ്. കാട്ടിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർക്ക് മനുഷ്യരെ പോലെ എപ്പോഴും അസുഖങ്ങൾ വരാറുണ്ടോ? ഇല്ല. അതിനുള്ള പ്രധാന കാരണം എന്താണ്? കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതേ രീതിയിൽ അവർ കഴിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണത്തെ പല രീതിയിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റി അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൽ ന്യൂട്രിയൻസിന്റെ അളവൊക്കെ കുറച്ച് അത് നമ്മുടെ നാവിന് എത്രമാത്രം ടേസ്റ്റി ആയി മാറുമോ ആ രീതിയിലാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരു ഡിഫറൻസ് എന്തായാലും മനുഷ്യരിലും മൃഗങ്ങളിലും ഉണ്ടായിരിക്കും. നമ്പർ 2, ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ മുറിവുകളെ അല്ലെങ്കിൽ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഭക്ഷണം മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള, ഫിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മരുന്ന് പോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനുണ്ട്. നമ്പർ 3, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല ജോലി വേണം, ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അത്ര ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധയോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ്, പൾസസ്, ഇങ്ങനെ പലതരത്തിലുള്ള ഹോൾ ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ലഭിക്കുകയും അത് നിങ്ങളുടെ മെന്റൽ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാനും കോൺസെൻട്രേഷൻ കൂട്ടാനും അത് നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ഒരു ദീർഘ വീക്ഷണത്തോടു കൂടിയാണ് നിങ്ങൾ ആരോഗ്യത്തിനെ നോക്കിക്കാണുന്നതെങ്കിൽ ഓരോ ദിവസവും എടുത്തു വെക്കുന്ന സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്ക് നല്ല ഒരു റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ ഒരു പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു ടേക്ക് ആക്ഷൻ നൗ. ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ വലിയ വലിയ റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും അതൊരു ബേർഡനായി കാണാതിരിക്കുക. ഇപ്പൊ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തെ അതേ രീതിയിൽ ഉൾക്കൊണ്ട് അതേ രീതിയിൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ആ രീതിയിൽ ലഭിക്കും. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇന്ന് പണം ഉണ്ടാക്കാനുള്ള ഓടപ്പാച്ചലിനിടയിൽ നമ്മൾ ഭക്ഷണത്തെ പാടെ മറന്നു പോകുന്നു. എന്ത് കിട്ടിയാലും കഴിക്കുമെന്നുള്ള ഒരു അവസ്ഥ. അത് നാവിന് ടേസ്റ്റ് ഉള്ളതായാൽ അത്രയും നല്ലത്. സൊമാറ്റോയും സ്വിഗ്ഗിയും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നതോട് കൂടിയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി മാറി. നമ്മുടെ ഞൊടിയിട കൊണ്ട് നമുക്ക് വേണ്ട ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിച്ചേരും. ഇനി അത് നമ്മുടെ വായിൽ വെച്ച് തരാൻ ഉള്ള ടെക്നിക്ക് കൂടിയേ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് നമ്മുടെ ലോങ് ലൈഫിൽ സക്സസ് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ പ്ലേറ്റിലാണ്.